ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ ആദ്യം എനർജി നോക്കാം. എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഇവർ വളരെ പവർഫുൾ ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത്. ഒരു ഡിസിഷൻ എടുക്കാനുള്ള ആ ഒരു എനർജിയിലാണ് ഇവർ ഉള്ളത്. നമ്മളൊക്കെ ഒരു ഡിസിഷൻ എടുക്കുന്ന മുമ്പേ നമ്മളുടെ വയസ്സിന് മൂത്ത ആൾക്കാരോട് അഭിപ്രായം ചോദിക്കും. പക്ഷേ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല. ഇവരുടെ ഒരു ഇവരോട് തന്നെ ഇവർ ചോദിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സെൽഫായിട്ട് അത് ഞാനൊരു ഡിസിഷൻ എടുക്കട്ടെ, എനിക്ക് അത് എടുക്കണമെന്ന് തോന്നുന്നു, അത് ശരിയാവുമായിരിക്കും എന്ന് സ്വയം ഇവരോട് തന്നെ ചോദിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർക്ക് തോന്നുന്നത് ഇവരുടെ പോകുന്ന ദിശ ശരിയാണ് എങ്കിൽ അതനുസരിച്ചായിരിക്കും ഇവർ ആക്ഷൻ എടുക്കുന്നത്. ഇവിടെ ഔട്ട് ഓഫ് ദ ലോ പോയിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഇടയിൽ എന്തെങ്കിലും ട്രഡീഷണൽ ഡിഫറൻസ്, കാസ്റ്റ്, കൾച്ചർ, ഒരാൾ ക്യാഷുള്ള ആൾ, ഒരാൾ പാവപ്പെട്ടത്, അങ്ങനെ എന്ത് ഡിഫറൻസ് ആയിക്കോട്ടെ, അങ്ങനെ എന്ത് ഡിഫറൻസ് ഉണ്ടെങ്കിലും ഔട്ട് ഓഫ് ലോ പോയി ഇവർ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി ഫാമിലി ഇഷ്യൂ ആയാൽ പോലും ഇവർ അവരെല്ലാം എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾക്കാണ് തേർഡ് പാർട്ടി വിഷയമുള്ളത് എങ്കിൽ ഇവർ വിചാരിക്കുന്നത് നിങ്ങൾ ആ ഒരു തേർഡ് പാർട്ടി എല്ലാം വിട്ടുകളഞ്ഞ് ഇവർക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കണമെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ ഇങ്ങനെയുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റേത്. അതായത് ഇവർ എന്ത് തീരുമാനം എടുക്കുന്നുണ്ടെങ്കിലും അത് ഫുൾ ആൻഡ് ഫൈനലാണ് എന്നുള്ള. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഫൈനാൻഷ്യലി ഒരു സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് ഉള്ളത്. കൂടാതെ എന്ത് ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിലും ആരെയും ചോദിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണുള്ളത്. ഇവിടെ ലവ് ലൈഫ് റിലേറ്റഡ് ആയിട്ട് ഇവർ ഭയങ്കര ഒരു പാഷനേറ്റീവായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെടുക്കുന്ന ഡിസിഷൻ ആരെങ്കിലും തടസ്സപ്പെടുത്താൻ പോയാൽ അവരോടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചിട്ട് ഇവർ ആ ഒരു ഡിസിഷൻ എന്ത് ആക്ഷനാണോ അത് എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മാരേജ് അവരുടെ ഇഷ്ടപ്രകാരം ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ ഇമോഷണൽ ആയിട്ടാണുള്ളത്. നിങ്ങൾക്ക് വേണ്ടി ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. യൂണിയനെ കുറിച്ചാണ് ഇവർ കൂടുതലായിട്ടും ചിന്തിക്കുന്നത്. ഇപ്പോൾ വരാൻ പോകുന്ന സമയം കുറേ ആൾക്കാർക്ക് യൂണിയൻ ഉണ്ടാകും. ഈ ഒരു ഫുൾ മൂണിൻ്റെ ആ ഒരു വൈബ്രേഷൻ കഴിഞ്ഞിട്ടുള്ള ദിവസമാണ്. അപ്പോൾ ഒത്തിരി ആക്ഷൻസ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ആരുടെയൊക്കെ ഡെസ്റ്റിനിയാണോ ഒരാൾ മറ്റൊരാളുമായിട്ട് കണക്റ്റായിട്ടിരിക്കുന്നത്, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഉറപ്പായിട്ടും നിങ്ങൾ തമ്മിൽ യൂണിയൻ ആവുക തന്നെ ചെയ്യും. ഡെസ്റ്റിനിയിൽ നിങ്ങൾക്ക് യൂണിയൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും യൂണിയൻ ആകും. കുറേ ആൾക്കാരുടെ പേഴ്സൻ്റെ ലൈഫിൽ അവരുടെ പാർട്ട്ണർ തിരികെ അവരുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ഡോമിനേറ്റിംഗ് ഫിഗർ ആരാണോ അവർ റിലീസായി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിൽ നിന്ന്. കുറേ ആൾക്കാരുടെ ലൈഫിൽ നിന്ന് തേർഡ് പാർട്ടി എൻഡാവാൻ പോവുകയാണ്, റിലീസാവാൻ പോവുകയാണ്, ഒരു പുതിയ തുടക്കം ഉണ്ടാവാൻ പോവുകയാണ്. ഇവിടെ പല ആൾക്കാരും മാരേജോട് കൂടിയ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു സംസാരം ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് എനിക്ക് ആരുടെയും റെസ്പെക്റ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, എനിക്ക് എൻ്റെ ഹാപ്പിനെസ്സാണ് നോക്കേണ്ടത്. അതായത് അവർക്ക് എന്ത് തോന്നും, ഇവർക്ക് എന്ത് തോന്നും, ഫാമിലിക്ക് നാണക്കേടാവത്തില്ല ഞാൻ ഈ ഒരു തീരുമാനം എടുത്താൽ, ഈ ഒരു ആക്ഷൻ എടുത്താലെന്ന് അങ്ങനെയൊന്നും ഇവർ ചിന്തിക്കുന്നില്ല. അവരുടെ ഹാപ്പിനെസ്സാണ് അവർ നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഔട്ട് ഓഫ് ലോ പോയി ഇവർ ആക്ഷൻ എടുക്കുമെന്ന്. ചില ആൾക്കാരുടെ പേഴ്സൺ ഇങ്ങനെയും ഭയക്കുന്നുണ്ട്, ഇവർ എല്ലാവരുടെയും പിണക്കം സമ്പാദിച്ച് ഒരു ആക്ഷൻ എടുക്കും. പക്ഷേ നിങ്ങൾ ഇവരിൽ നിന്ന് അകന്നു പോയാൽ പിന്നെ ഇവർ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു പേടിയും ഇവർക്കുണ്ട്. അപ്പോൾ കുറേ ആൾക്കാരുടെ പേഴ്സൺ പെട്ടെന്ന് നിങ്ങൾക്ക് സഡനായിട്ട് കോളോ മെസ്സേജോ ചെയ്തിട്ട് ഈ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആ കറണ്ട് എനർജി നോക്കുമ്പോൾ ഈ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. ഇവിടെ കുറേ സോൾമേറ്റും ട്വിൻ ഫ്ലെയിമും യൂണിയനിൽ വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നൻ ഞാനിൻ്റെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്, യൂണിയൻ്റെ ആ ഒരു എനർജിയാണ്. അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു യൂണിയൻ. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ ഇമ്പോർട്ടൻസ്, നിങ്ങളുടെ വർത്ത്, നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫുൾ മൂണിന് ശേഷം ഭയങ്കരമായിട്ട് നിങ്ങൾ തമ്മിൽ അലൈൻമെൻറ്റിൽ വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സ്പിരിച്വലി നിങ്ങൾ അലൈൻമെൻറ്റിൽ വരുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഫുൾ മൂണിന് ശേഷം ഡിവൈൻ്റെ ഭാഗത്തുനിന്ന് പല ഗൈഡൻസ് ഇവർ കിട്ടുന്നുണ്ട്. അതായത് ഒരു സ്വപ്നത്തിലൂടെയൊക്കെ ഇവർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് ഡിവൈൻ.
ഈ ഒരു ടൈമിൽ നിങ്ങൾ നോട്ടീസ് ചെയ്യുക, നിങ്ങളുടെ ഓരോ ഡ്രീംസും വളരെ വ്യത്യസ്തമായിരിക്കും. വിവിധ തരത്തിലുള്ള വലിയ വലിയ ഡ്രീംസ് ആയിരിക്കും നിങ്ങൾ കാണുന്നത്, നിങ്ങളും നിങ്ങളുടെ പേഴ്സണും. ഇതുകൂടാതെ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇവർക്കൊരു ഇന്നർ പീസ്, ഒരു സമാധാനം കിട്ടുന്നതും ഒരു സന്തോഷം കിട്ടുന്നതും നിങ്ങളുടെ കൂടെയാണ് എന്നുള്ള കാര്യവും ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെയും ഇവരുടെയും ഡെസ്റ്റിനി പരസ്പരം കണക്റ്റഡ് ആയിട്ടാണ് ഉള്ളത് എന്ന് ഇവർക്ക് തോന്നും. കൂടാതെ ഇവിടെ നിങ്ങളുടെ ഡിസ്റെസ്പെക്റ്റ് ആണ് നടക്കുന്നത് എങ്കിൽ ഇവർക്ക് തോന്നും അത് ഇവർക്ക് കിട്ടുന്ന ആ ഒരു ഡിസ്റെസ്പെക്റ്റ് ആണ് എന്ന്. കാരണം നിങ്ങൾ രണ്ടുപേരും ഒന്നല്ലേ. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ ആരെങ്കിലും വേദനിപ്പിച്ചാലും നിങ്ങൾക്ക് വേദനിക്കുന്നതിന് തുല്യം തന്നെയാണ്. നിങ്ങളെ ഇവർ റെസ്പെക്റ്റ് ചെയ്താൽ ഈ ലോകം ഇവരെ റെസ്പെക്റ്റ് ചെയ്യുമെന്നും ഇവർക്ക് തോന്നുന്നു. എനിക്ക് എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ നിങ്ങളുടെ റെസ്പെക്റ്റ്, സെൽഫ് റെസ്പെക്റ്റും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് ഇവർക്ക് തോന്നുന്നു. അതായത് നിങ്ങളെ ആരെങ്കിലും ഡിസ്റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവരെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ് അത്. ഇവർക്കത് ഒട്ടും സഹിക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എപ്പോഴും നിങ്ങളാണ് എഫേർട്ട് എടുക്കുന്നത്. ഇനി ഇവരുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ നോട്ടീസ് ചെയ്യുന്നതാണത്. കൂടാതെ ഈ ഒരു കണക്ഷൻസിനെ, ഈ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങളെയും അഡ്മയർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ നിങ്ങളായിരിക്കും എപ്പോഴും അങ്ങോട്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. അതായത് നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കരുത്, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ. ഇനി അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെയുള്ള രീതിയിലുള്ള സംസാരം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതാണ് ഇവരുടെ കറണ്ട് ഫീലിംഗ്. നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. ആദ്യം നോക്കേണ്ട സിറ്റുവേഷൻ നോക്കാം. നെക്സ്റ്റ് ആക്ഷൻ ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനിൽ ആൾക്കാരുടെ പാർട്ട്ണർ 3 മണിക്കൂർ തൊട്ട് 14 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 40 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഡിസ്കണക്റ്റ് ആയിട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട്, നിങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് ഇവർക്കും നിങ്ങളുടെ ആവശ്യമുണ്ട്, നിങ്ങളുടെ കെയർ ഇവർക്കുമുണ്ട് എന്നുള്ള രീതിയിലുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവർക്കൊരു റിയലൈസേഷൻ ഉണ്ടാകും നിങ്ങളുമായിട്ടുള്ളത് ഒരു സോൾ കണക്ഷനാണ് എന്ന്. ഇവിടെ ഇവർക്ക് ഇങ്ങനെയും തോന്നുന്നതാണ്, നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ഇവർ സാക്രിഫൈസ് ചെയ്തു, ഇനി നിങ്ങളുമായിട്ട് സന്തോഷമായിട്ടിരിക്കണമെന്ന് ഇവർക്ക് തോന്നും. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ചില ആൾക്കാരെ സാക്രിഫൈസ് ചെയ്യുകയും നിങ്ങളെ അംഗീകരിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാർ ഫിനാൻഷ്യലി പ്രശ്നം കാരണം നിങ്ങളുമായിട്ട് ഡിസ്റ്റൻസ് വച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രോബ്ലവും സോൾവ് ആകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. സഡനായിട്ട് നിങ്ങളെ വിളിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ വൈബ്രേഷൻ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് നല്ലതാണ് കാണാൻ സാധിക്കുന്നത്. വേറെ ഒരു പ്രശ്നവും കാണാൻ സാധിക്കുന്നില്ല. ഇനി കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സംശയിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് ഇലൂഷൻ്റെ ആ ഒരു ഇതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഇലൂഷൻ ക്രിയേറ്റ് ആയിട്ട് നിങ്ങളെ സംശയിക്കുന്നതാണ്. എന്തെങ്കിലും കള്ളത്തനം അവർ നിങ്ങളോട് പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ അവരോട് പറഞ്ഞത് അത് ഈ ഒരു ടൈം പീരീഡിൽ പുറത്തു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് അവർ എന്തെങ്കിലും കള്ളത്തനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സത്യം നിങ്ങളുടെ മുന്നിൽ വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വരാൻ 24 hours നിങ്ങളുടെ അവരുടെ ബർത്ത്ഡേ ആണ് എങ്കിൽ ഇവിടെ സെലിബ്രേഷൻ്റെ ആ ഒരു ഇതും കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ ഒരു നല്ല ഒരു സമയമായിരിക്കും സ്പെൻഡ് ആവുന്ന ഒരാൾ മറ്റൊരാളുടെ കൂടെ കറങ്ങാൻ പോവുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ടുള്ള ആ ഒരു ഇതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ പെർമനൻ്റ് ആയിട്ടുള്ള യൂണിയൻ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കുറച്ച് സമയം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്, പേഷ്യൻസ് ആയിട്ടിരിക്കേണ്ടതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വേറെ ഒരു വാർണിംഗും ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഏതെങ്കിലും ഒരു കള്ളത്തിൻ്റെ ആ ഒരു സത്യാവസ്ഥ നിങ്ങളുടെ മുന്നിൽ വരും ഈ ഒരു ടൈം പീരീഡിൽ. അങ്ങനെയേ ഉള്ളൂ, വേറെ നെഗറ്റീവ് എനർജി ഒന്നുമില്ല. അതായത് ഈ ഒരു പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞ് ബ്രേക്കപ്പ് ഒന്നും ആവത്തില്ല. ഇവരുടെ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്കൊരു നെർവസ് ഫീലാവും, വിഷമോ. അപ്പോൾ ഇവർ പറഞ്ഞ് നിങ്ങളെ സമാധാനിപ്പിക്കും, ഹാപ്പി എനർജിയാണ്. ഇവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇവരുടെ ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇമോഷണൽ ആവും, നിങ്ങൾ വിഷമിക്കും, അത്രയേ ഉള്ളൂ. ഇവർ എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് നിങ്ങൾക്ക് ദേഷ്യം വരുന്നത്. പിന്നെ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ആവുകയും നിങ്ങൾ നല്ല ഒരു എനർജിയിൽ വരികയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ നെക്സ്റ്റ് ആക്ഷൻ. ഇനി ഏഞ്ചൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിൽ ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
സക്സസിൻ്റെ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാരുടെ റൊമാൻറ്റിക് ലൈഫിൽ സമാധാനപരമായിട്ട് എല്ലാം അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചില ആൾക്കാരുടെ ലൈഫിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹോപ്പ്ലെസ് ആയിട്ട് നെഗറ്റീവായിട്ടുണ്ട് എങ്കിൽ അതിൽ ഒരു ഹോപ്പ്, അതായത് കാര്യങ്ങൾ ഇനിയും നേരെയാകും എന്നുള്ള ഹോപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നെക്സ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ഇൻഫർമേഷൻ എടുത്തു, അതിൻ്റെ പ്രകാരം നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഇനി ഒരിക്കലും തിരികെ വരത്തില്ല എന്ന് എങ്കിൽ ഏഞ്ചൽസ് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഒരിക്കലും ക്രിയേറ്റ് ചെയ്തത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ കേൾക്കണമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.